മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന ആ ഒരു സിദ്ധാന്തം ഇവിടെ നമ്മളത് പ്രായോഗികമാക്കി കൊടുക്കുമ്പോൾ അവിടെ കുറേ വിഷയങ്ങളുണ്ട്. ഒന്ന്, ക്ഷേത്രം, ഹൈന്ദവർ അതൊരു മറ്റൊരു മതക്കാരാണ്. അവരോട് നമ്മൾ സൗഹാർദ്ദപരമായി തന്നെയാണ് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വേണ്ടതും സ്നേഹത്തോടെ കഴിയേണ്ടതും. പക്ഷേ അവരുടെ ആചാരങ്ങളും ആരാധനാ കർമ്മങ്ങളും ഏറ്റെടുക്കുമ്പോൾ നമ്മൾ അവരിൽപ്പെട്ടവരെ പോലെ ആയിത്തീരും. നമ്മുടെ വിശ്വാസത്തിന് അത് കളങ്കം വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്ന ഒരാൾ, ഒരു കുറേ വർഷമായിട്ട് അസുഖം നേരിട്ട ഒരു പൈശാചികമായ ഷർറുള്ള ഒരു സ്ത്രീ, അവർക്ക് ഇതുപോലെ ഒരു പ്രയാസം വന്നപ്പോൾ അന്ന് ഇവരുടെ ദേഹത്തിൽ കൂടിയപ്പോൾ ആ ഒരു ഇളക്കത്തിൻ്റെ സമയത്ത് തന്നെ എന്നെ അടുത്ത് കൊണ്ടുപോയാൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുകയും അവരങ്ങനെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഉടനെ തന്നെ മാറുകയും ചെയ്തു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിനെ തുടർന്ന് വേറെ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. അങ്ങനെ ഇവർക്ക് തന്നെ മനസ്സിലായി അന്നത്തതിൻ്റെ ആ ഒരു പ്രശ്നമാണ്, അത് പൂർണ്ണമായി മാറിയിട്ടില്ല എന്ന് മനസ്സിലായിട്ട് അങ്ങനെയാണ് അവരിവിടെ വന്നത്. അപ്പോൾ പെട്ടെന്ന് മാറുമോ എന്നുള്ളത്, കാരണം ഈ കയറിയിരിക്കുന്നത് പിശാചാണ്, ശൈത്താനാണ്. അപ്പോൾ ശൈത്താനിൻ്റെ താല്പര്യം ശൈത്താൻ കുടികൊള്ളുന്ന സ്ഥലങ്ങളാണ്, പിശാചുക്കൾ കുടികൊള്ളുന്ന സ്ഥലമാണ് ക്ഷേത്രങ്ങൾ. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിന് തന്നെ അപകടം സംഭവിച്ചു. അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിശാചിൻ്റെ ഏകദേശം ആ ഒരു ഉദ്ദേശ ലക്ഷ്യവും സാഫല്യമായി. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒന്നുകിൽ അതോടുകൂടെ ശൈത്താൻ കൃതാർത്ഥനാവുകയും താൽക്കാലികമായി വിട്ടു നിൽക്കുകയും ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ കുടിയിരുത്തപ്പെട്ട പിശാചുക്കൾ ഈ പിശാചുക്കളുമായി ഉടമ്പടിയിലെത്തുകയും കുറഞ്ഞ കാലയളവിലോ അല്ലെങ്കിൽ താൽക്കാലികമായോ വിട്ടു നിൽക്കാൻ ആവശ്യപ്പെടുകയും ആ ഒരു കുറഞ്ഞ സന്ദർഭത്തിൽ അസുഖം ഭേദപ്പെട്ടതായി തോന്നുകയും ചെയ്യാം. മാത്രവുമല്ല, നിശ്ചിതമായ നാളുകൾ ചിലപ്പോൾ പറയും. ചിലപ്പോൾ 3-4 വർഷങ്ങളോളം എല്ലാ മാസവും അവിടെ ചെന്ന് നിവേദ്യമർപ്പിക്കണം എന്നോ അല്ലെങ്കിൽ അവിടെ ചെന്ന് പിന്നെ കാണിക്കയിടണമെന്നോ അങ്ങനത്തെ നീണ്ട കാലയളവിലേക്കുള്ള ഒരു കർമ്മങ്ങൾ തന്നെ ചിലപ്പോൾ ഏൽപ്പിച്ചെന്ന് വരും. അത്രയും കാലയളവിൽ ഇസ്ലാമിൻ്റെ പുറത്തായിട്ട് വിശ്വാസ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വരും എന്നുള്ള ഒരിതുമുണ്ട്. അപ്പോൾ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് മറ്റ് ആവശ്യങ്ങൾക്കായി ക്ഷേത്രങ്ങളെയോ അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളെയോ ഒക്കെ സമീപിക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ നിന്നും പുറത്താകും എന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ കാലങ്ങളായി അനുഭവിക്കുന്നവർ സഹികെട്ട് എന്തായാലും പെട്ടെന്ന് മാറുമല്ലോ എന്ന് കരുതിയിട്ട് പോകുന്നവരുണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്, അത് പരിപൂർണമായിട്ടുള്ള മാറ്റം അല്ല. ജീവിതത്തിലുടനീളം നിങ്ങളെ ബന്ധിപ്പിച്ചിടുന്ന ഒരു താൽക്കാലിക മാറ്റമാണ്. താൽക്കാലികമായ മാറ്റം അത് പിന്നീട് പല വിധത്തിലും പല രൂപത്തിലും ആ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിലേറ്റവും പ്രധാനമാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോവുക എന്നത്. നിസ്കരിക്കാൻ തോന്നില്ല, അതുപോലെ ഇബാദത്ത് ചെയ്യാൻ തോന്നില്ല. ഒരു പേരിന് ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോകാൻ കഴിയുമെന്നല്ലാതെ ഇത്തരത്തിൽ ക്ഷേത്രത്തിലൊക്കെ പോയി മാറിയവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ ഇബാദത്തിലായി ഒന്ന് മുഴുകുകയാണെങ്കിൽ, കൃത്യമായി ഒന്ന് നിസ്കരിക്കാൻ തുടങ്ങുകയോ സ്വലാത്തും ദിക്റുകളും ഖുർആനും ഒക്കെ ഓതാൻ തുടങ്ങുകയോ ചെയ്താൽ ഉടനെ തന്നെ വീണ്ടും അതേ പ്രശ്നം വരുന്നതായി കാണും. അതിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവുകയുമില്ല. അപ്പോൾ മാറ്റേണ്ടത് ഖുർആനികമായ സൂക്തങ്ങളും മന്ത്രങ്ങളും അതുപോലെ അമലുകളും കൊണ്ടാണ് മാറ്റേണ്ടത്. അങ്ങനെ മാറ്റിയാൽ പിശാച് ഉടമ്പടിയിലല്ല, ഭയപ്പെട്ടാണ് അത് പിന്മാറിപ്പോകുന്നത്. പിന്നെ അത് തിരിച്ചു വരാൻ ഭയക്കും, പേടിക്കും. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക്
നമ്മൾ നേർച്ചയാക്കുക എന്നുള്ളത്. ഈ രോഗം മാറാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് നേർച്ചയാക്കുക എന്നത് ശരിയായ നടപടിയല്ല. ക്ഷേത്രത്തിന് വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ സംഭാവനയൊക്കെ നൽകാറുണ്ട്. അത് നൽകുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ സ്നേഹബന്ധം നിലനിൽക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ മനസ്സിൽ വിശ്വാസം വെച്ച് പുലർത്തിയിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് നേർച്ചകൾ നേരുമ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേരുന്നത് ഇസ്ലാമിക വിശ്വാസത്തിന് എതിരാണ്. അപ്പോൾ അങ്ങനെ നേറുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുമെന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അത്ഭുതം എന്ത് എന്ന് വെച്ചാൽ, ചില ആളുകൾ ഇത്തരത്തിൽ ചികിത്സ നടത്തുന്ന മുസ്ലിം നാമധാരികളായ ചില ആളുകൾ തന്നെ ക്ഷേത്രത്തിലേക്ക് പലതും നേർച്ചയാക്കാനും മറ്റുമൊക്കെ പറയുന്നതായി കുറേ ആളുകൾ ഇവിടെ വന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് സത്യത്തിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാറ്റിലും നല്ല നാണയവും കള്ള നാണയവും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് എന്ന് നമുക്കറിയില്ല. പാവപ്പെട്ട വിശ്വാസികളുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ആളുകളുടെ വഞ്ചനയിൽ ആരും പെട്ടുപോകരുത് എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പെട്ടെന്ന് മാറുന്നു എന്നുള്ളത് കൊണ്ട് അതിൽ പിന്നെ പൊയ്ക്കളയാം എന്ന് കരുതണ്ട. അതൊരു താൽക്കാലിക മാറ്റം മാത്രമാണ്. അതിനേക്കാളും വലുത് വരാനുണ്ട് എന്ന ബോധ്യമുണ്ടാവണം. ഒരൽപ്പം സമയം താമസം എടുത്താലും ഖുർആനികമായ ആയത്തുകളും മന്ത്രങ്ങളും അമലുകളും ഒക്കെ ചെയ്തു വേണം അത് മാറ്റിയെടുക്കാൻ എന്ന് ഈമാനും തഖ്വയുമുള്ള വിശ്വാസികൾക്ക് ആ ഒരു ബോധ്യമുണ്ടായിരിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.